ഹലോ, ഞാൻ നിങ്ങളുടെ അയാന അമ്മു. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് കഥയിലേക്ക് പോയാലോ. അഞ്ജുവും അനിയനും ഇപ്പോൾ താമസിക്കുന്നത് മുത്തശ്ശിയുടെ കൂടെയാണ്. അവളുടെ അച്ഛനും അമ്മയും ചെറുപ്പത്തിലൊരു ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. ഇവർ തറവാട്ടുകാരാണ്. പഴയ പ്രതാപമൊന്നും ഇല്ലെങ്കിലും മുത്തശ്ശിക്ക് ചെറിയ ജാതസമുള്ള കൂട്ടത്തിലാണ്. അഞ്ജു ഡിഗ്രിക്ക് പഠിക്കുന്നു. അനിയൻ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവളുടെയും അനിയൻ്റെ എല്ലാ കാര്യവും നോക്കുന്നത് മുത്തശ്ശിയാണ്. അവൾ നന്നേ അക്കൂട്ടത്തിലുള്ളതാട്ടോ. അവളുടെ ബലമെന്നോണം അതൊക്കെ നല്ല രീതിക്ക് വളർന്നിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മുത്തശ്ശി പറയുന്നത് പഴനിയിൽ പോകാമെന്ന്. അവൾക്ക് ഇതിൽ വലിയ താല്പര്യമില്ലാത്ത കൂട്ടത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ വരുന്നില്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറാൻ നോക്കിയെങ്കിലും മുത്തശ്ശിയുടെ നിർബന്ധപ്രകാരം ഓക്കെ പറഞ്ഞു. അങ്ങനെ അവർ പോകുന്ന ദിവസം എത്തി. ബസ്സിലായിരുന്നു പോയത്. അവിടെ ഉച്ച കഴിഞ്ഞപ്പോഴാണ് എത്തിയതും. എല്ലാവർക്കും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മുത്തശ്ശി ഒരു റൂം എടുക്കാമെന്നും പറഞ്ഞു. അങ്ങനെ റൂമൊക്കെ എടുത്തു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ലോഡ്ജ് തന്നെയായിരുന്നു. അങ്ങനെ അവർ 3 പേരും ഒന്ന് കിടന്നു. വൈകുന്നേരം ആയപ്പോൾ മുത്തശ്ശി വിളിക്കുമ്പോഴാണ് അഞ്ജു എണീക്കുന്നത് തന്നെ. ഡി, നീ ഉറങ്ങാനാണോ വന്നേ? പെട്ടെന്ന് കുളിച്ചിട്ട് വാ, അമ്പലത്തിൽ പോകാം. ആ ശരി മുത്തശ്ശി. അവൾ കുളിച്ചു. തിരിച്ചു വന്നപ്പോഴേക്കും അനിയനും മുത്തശ്ശിയും റെഡിയായി നിൽക്കുന്നുണ്ട്. അമ്പലത്തിലേക്ക് പോകാൻ അവർ റൂമൊക്കെ പൂട്ടിയിട്ട് വെളിയിലിറങ്ങി വന്നപ്പോൾ ഒരു കിളവൻ വെളിയിൽ നിന്നുകൊണ്ട് അവളെ വല്ലാതെ നോക്കി നിൽപ്പുണ്ട്. അയാളുടെ നോട്ടം അവളുടെ അവിടേക്കൊക്കെ തന്നെയാണ്. അത് അവൾക്ക് നല്ല വേണം മനസ്സിലായി. അയാളുടെ ഈ നോട്ടം അവൾക്കെന്തോ വല്ലാത്തൊരു ഇത് തോന്നി. അവൾ തിരിഞ്ഞു നോക്കാതെ മുത്തശ്ശിയുടെ കൂടെ പോയി. അവർ തിരികെ വരുന്നത് 9 മണിയായപ്പോഴാണ്. നല്ല പോലെ ക്ഷീണിച്ചിട്ടുണ്ട്. ഇത്രയും ദൂരമൊന്നും അവൾ നടന്നിട്ടില്ല. അതാ അവർ ലോഡ്ജിന് താഴെയുള്ള ഹോട്ടലിൽ നിന്നും ആഹാരം കഴിക്കാൻ ആരംഭിച്ചു. അപ്പോൾ നേരത്തെ കണ്ട കിളവൻ അവിടെ വന്നു. അവളെ തന്നെ നോക്കി നിൽക്കുന്നു. അയാളുടെ നോട്ടം അവിടെ തന്നെയാണ്. അവൾക്കത് മനസ്സിലായി. അവിടെയൊക്കെ ചെറിയൊരിതൊക്കെ തോന്നി. അയാൾ അവളെ നോക്കി ചെറിയൊരു ചിരി പാസ്സാക്കി. അവളും ചിരിച്ചു. ആഹാരം കഴിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഓ നല്ല പോലൊന്ന് തൊഴാൻ പറ്റിയില്ല. നാളെ അവിടെ എന്തോ വിശേഷ ദിവസമാണ്. അതുകൊണ്ട് നമുക്ക് ഒന്നുകൂടെ പോകണം. മുത്തശ്ശി, എനിക്കൊന്നും വയ്യ. എൻ്റെ കാല് ഒരു അടി പോലും അനക്കാൻ വയ്യ. അതുകൊണ്ട് ഞാൻ വരുന്നില്ല. മോളെ, നാളെ എല്ലാം ശരിയാകും, നീ വാ. അങ്ങനെ അവർ കഴിച്ചു കഴിഞ്ഞു. അപ്പോഴും കിളവൻ കൊത്തി വലിക്കുന്ന നോട്ടവുമായി തന്നെ നിൽക്കുകയാണ്. അവരവരുടെ റൂമിലേക്ക് പോയി. പിറ്റേന്ന് രാവിലെ തന്നെ മുത്തശ്ശിയും അനിയനും റെഡിയായി. അവളെ വന്ന് വിളിച്ചു. എൻ്റെ മുത്തശ്ശി, എനിക്ക് വയ്യ, നിങ്ങൾ പോയിട്ട് വാ. എന്നാൽ ശരി മോളെ. അവരവിടെ നിന്നും പോയി. ഒരു 15 മിനിറ്റ് കൂടി കിടന്നിട്ട് അവൾ എഴുന്നേറ്റ് പല്ല് തേച്ചിട്ട് ശരീരത്തിന് ക്ഷീണമുള്ളത് കൊണ്ട് തന്നെ അവളൊന്ന് കുളിച്ചിട്ട് ലോഡ്ജിലെ ബാൽക്കണിയിലേക്ക് പോയി നിന്നപ്പോഴാണ് അവൾക്കൊന്ന് അവിടേക്ക് ചുറ്റിക്കറങ്ങണമെന്നൊരു തോന്നലുണ്ടായത്. അവൾ വേഗം തന്നെ ഒരു ടീഷർട്ടും ട്രാക്ക് സ്യൂട്ടും ഇട്ടുകൊണ്ട് താഴേക്ക് വന്നു. ചുമ്മാ ഒരു ലക്ഷ്യമില്ലാതെ വെറുതെ അങ്ങ് നടന്നു. അപ്പോഴാണ് ഇന്നലെ കണ്ട ആളെ അവൾ വീണ്ടും കണ്ടത്. അയാൾ അവളുടെ അടുത്തേക്ക് വരുന്നതും അവളുടെ അടുത്തെത്തിയതും. എന്താ മോളെ? ഒന്നുമില്ല, ഞാൻ ചുമ്മാ ഇവിടേക്ക് ഒന്ന് കാണാൻ വന്നതാ. ഓ, അയാളുടെ കൊതിയുറുന്ന നോട്ടത്തിൽ അവൾക്ക് ശരിക്കും ഇത് കയറി. എവിടെ കാണാൻ പറ്റിയ സ്ഥലം എന്തെങ്കിലും ഉണ്ടോ? ഒരുപാടുണ്ട് മോളെ, ഞാൻ കൊണ്ടുപോകാം. താങ്ക്സ്. മോടെ കൂടെയുള്ളവരെവിടെ? അവരമ്പലത്തിൽ പോയതാ. ആണോ? ഇന്ന് അവിടുത്തെ വിശേഷ ദിവസമാണ്. അതുകൊണ്ട് അവർ വരാൻ വൈകും മോളെ. അയ്യോ, ഒരുപാട് താമസിക്കുമോ? വേറൊന്നുമല്ല മോളെ, അവിടെ ഭയങ്കര തിരക്കായിരിക്കും. ആണോ? കിളവൻ്റെ കൂടെ അവൾ നടക്കാൻ തുടങ്ങി. അയാൾ അവിടെയുള്ള ഓരോ സ്ഥലങ്ങളും കാണാൻ തുടങ്ങി. അങ്ങനെ കുറേ സമയം കഴിഞ്ഞ് ഏകദേശം ഉച്ചയായി. അവൾക്ക് നന്നായിട്ട് ദാഹിക്കാൻ തുടങ്ങി. അവിടെ അടുത്തെങ്കിലും ഒരു കടയും ഇല്ല. അവൾ അയാളോട്, എനിക്ക് ദാഹിക്കുന്നുണ്ട്. ഓ മോള്, ഇവിടെ അടുത്തെങ്കിലും മോൾക്ക് കുടിക്കാൻ പറ്റുന്ന വെള്ളമില്ല. മൊത്തവും ക്ലോറിൻ കലർത്തിയ വെള്ളമാണ്. അപ്പോൾ എന്ത് ചെയ്യും? എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. അങ്ങോട്ട് പോയാൽ നല്ല വെള്ളം തരാം. എന്നാൽ പെട്ടെന്ന് പോകാം. അയാളുടെ കൂടെ അവൾ നടന്നു. അങ്ങനെ അവൾ അയാളുടെ വീടെന്ന് പറയാൻ പറ്റില്ല, പഴയൊരു തകര ഷീറ്റ് കൊണ്ട് മറിച്ചൊരു കുഴിലെത്തി. അതിൽ കയറി വാതിലടച്ചു. വെള്ളം അവൾക്ക് കൊടുത്തു. അവൾ അപ്പോഴാണ് ശ്രദ്ധിച്ചത് ആ റൂമിൻ്റെ സൈഡിൽ മദ്യത്തിൻ്റെ കുപ്പി കിടക്കുന്നു.
അവളൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട്. ഭയങ്കര വെള്ളടിയാണല്ലേ? ഏയ് അങ്ങനെയൊന്നുമില്ല, പൈസ ഉള്ളപ്പോൾ അടിക്കും. നല്ല ചൂടുണ്ടല്ലോ, പറ്റുന്നില്ല, ഒരു ബിയർ കിട്ടോ? മോളടിക്കുമോ? അതെന്താ ഞാൻ അടിച്ചാൽ? എന്നാ ഞാൻ വാങ്ങിക്കൊണ്ട് വരാം, പക്ഷെ പൈസ. അവിടെ അവളുടെ പേഴ്സ് തുറന്ന് ക്യാഷ് അയാൾക്ക് കൊടുത്തു. അയാൾ അതും വാങ്ങി അവിടെ നിന്നും പോയി. അയാൾ പോയി കഴിഞ്ഞതിന് ശേഷം അവൾ ആലോചിച്ചു താൻ എന്താണ് ചെയ്യുന്നതെന്ന്. അറിയാതെ ഒരാളുടെ കൂടി വരുന്നു, അയാളെ കൊണ്ട് മദ്യം വാങ്ങാൻ വിടുന്നു. വല്ലാണ്ട് കൂടുതലാന്ന് തോന്നുന്നല്ലേ? ഒന്നും ചിന്തിച്ചില്ല അവൾ. അവൾക്ക് ചൂട് സഹിക്കാൻ വയ്യാതെ അവളെ ടീഷർട്ടൊക്കെ ഒന്ന് മാറ്റി കൂട്ടത്തിൽ. എന്ത് അതും. എന്നിട്ട് അയാളുടെ ഒരു മുഷിഞ്ഞ ഷർട്ട് എടുത്തിട്ടു. അയാളുടെ ഷർട്ടിൻ്റെ മണം അവളെ വേറൊരു ലെവലിലേക്ക് എത്തിക്കുകയായിരുന്നു. അവൾക്ക് വല്ലാത്തൊരിതായി. പിന്നെ അവൾ ട്രാക്ക് സൂട്ട് ഊരി, താഴത്തതൊക്കെ ഊരി അവിടെ കിടന്നൊരു ചെറിയ തോർത്ത് കൊടുത്തിരുന്നു. അവൾക്ക് ഇപ്പോൾ ചെറിയൊരു ആശ്വാസമൊക്കെ തോന്നി. അല്പം നേരം കഴിഞ്ഞപ്പോൾ അയാൾ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. അയാളുടെ കയ്യിൽ 3 ബിയർ ബോട്ടിലുണ്ട്. അതവിടെ സൈഡിൽ വെച്ചിട്ട് അവളെ നോക്കിയപ്പോൾ അയാൾ അവിടെ ഇട്ടിരുന്ന ഡ്രസ്സ് കണ്ട് അന്തം വിട്ട് വായും പൊളിച്ച് നിന്നുപോയി. അതുകൊണ്ട് അവൾക്ക് ചിരിയാണ് വന്നത്. അവൾ അയാളെ നോക്കിക്കൊണ്ട് എന്തു പറ്റി? അയാൾ റിലേ വിട്ടേണ്ടത്. അല്ല മോളെ, എൻ്റെ ഈ പഴയ ഷർട്ടിൽ മുഴുവനും അഴുക്ക, എന്തിനാ അതെടുത്തിട്ടത്? ഓ അതാണോ കാര്യം? എനിക്ക് ഭയങ്കര ചൂടെടുത്തു, അതുകൊണ്ട് കുറച്ച് കാറ്റ് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടതാ. ആണോ? അയാളൊരു പായ വരച്ച് അതിൽ ബിയർ വെച്ചു. അവളും അതിലിരുന്നു. എന്നിട്ട് ഇങ്ങനെ കാലിതാക്കിയിരുന്നപ്പോൾ പിന്നെ പറയേണ്ടതുണ്ടോ? ആരൊക്കെ നല്ലവണ്ണം ദർശനമായി കണ്ടു. ആരൊക്കെ കൊത്തിയോട് കൂടി അവിടെ നോക്കുന്നുണ്ട്. അയാൾ ബിയർ ഓപ്പൺ ആക്കിയിട്ട് അവൾക്ക് നേരെ നീട്ടി. അവളത് വാങ്ങി ഒറ്റ ശ്വാസത്തിന് കുടിച്ചു. അത് കണ്ട അയാൾ, പെണ്ണുങ്ങളായാൽ ഇങ്ങനെ വേണം, ഒറ്റ വലിക്കകത്താക്കണം. മോളതിന് മുൻപ് കുടിച്ചിട്ടുണ്ടോ? കൂട്ടുകാരികളായിട്ട്. ഓ അതാ. അല്പനേരം കൊണ്ട് അവളുടെ കണ്ണിൽ വിട്ടായുടെ ലക്ഷണമൊക്കെ കാണാൻ കഴിഞ്ഞു. കാലൊക്കെ നേരെയാക്കാൻ വേണ്ടി ഇനി കാല് നിവർത്തി വെച്ചതും അവളെടുത്തിരുന്ന തോർത്ത് അല്പം മാറിയിട്ട് അതൊക്കെ ചെറുതായിട്ട് അല്ല നല്ലവണ്ണം അയാൾക്ക് കാണാൻ കഴിഞ്ഞു. അത് നോക്കുന്നത് അവളും കണ്ടു. അവൾ അയാളുടെ അടയ്ക്ക് നോക്കിയപ്പോൾ അതിങ്ങനെ നല്ലവണ്ണം സെറ്റായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അയാൾ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. അവളതിന് മറുപടിയും പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവിടെ ഭയങ്കര ചൂടാണല്ലോ. ആണ് മോളെ. അവളുടെ ഷർട്ടിൻ്റെ 2 ബട്ടൺസൊക്കെ അങ്ങ് മാറ്റി. അതൊക്കെ നല്ലവണ്ണം കാണാൻ കഴിയുന്നുണ്ട്. അയാൾ പിന്നെ വെറുതെരിക്കും തോന്നുന്നുണ്ടോ? കൈയൊക്കെ താഴോട്ട് താക്കിയിട്ടുണ്ട്. നിങ്ങളെങ്ങനെ ഈ ചൂടത്ത് ഇവിടെ താമസിക്കുന്നത്? ഇവിടെ ഒരു എണ്ണയുണ്ട്, അത് തേക്കും, അപ്പോൾ ചൂടറിയില്ല. എന്നാൽ എനിക്കിപ്പോൾ എണ്ണ തേക്കണം. ഞാൻ പോയി എടുത്തുകൊണ്ട് വരാം. അയാൾ വീടിൻ്റെ സൈഡിലിരുന്നൊരു എണ്ണ ബോട്ടിൽ എടുത്തുകൊണ്ട് വന്നു. കുറച്ച് എണ്ണ എടുത്ത് അവളുടെ കാൽവെള്ളിയിൽ തേക്കാൻ തുടങ്ങി. അവൾ കൈ പിറകോട്ട് കുത്തിയിരിക്കുക. അവൾ നല്ലപോലെ എണ്ണ തേച്ചിട്ട് കാൽവെള്ളം നല്ലപോലെ മസാജ് ചെയ്ത് കൊടുത്തു. അവളാണ് നല്ലവണ്ണം കണ്ണടച്ച് അത് ആസ്വദിക്കുന്നുണ്ട്. പിന്നത് മുട്ടുവരെ എത്തി. അങ്ങനെ ചെയ്യുമ്പോഴൊക്കെ അയാളുടെ നോട്ടം പൂവിലേക്കൊക്കെ തന്നെയായിരുന്നു. അതൊക്കെ ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ കീറി പോകുമ്പോൾ അവൾക്ക് വല്ലാത്തൊരിത് തോന്നുന്നുണ്ട്. അവളാണെന്നുണ്ടെങ്കിൽ കണ്ണടച്ചിരിക്കുക. കയ്യിലൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് മോളെ ഉടുപ്പ് നൂരിയാൽ അകത്തൊക്കെ തേക്കാം. അയാൾ അവളെ ഫിറ്റായിട്ട് മയങ്ങിയ കണ്ണുകളോട് കൂടി നോക്കി. കൂടുതലൊന്നും പറയാതെ അയാൾ അവളുടെ അതൊക്കെ അങ്ങ് മാറ്റി. എന്നിട്ട് അയാൾ അവളെ ഒന്ന് നോക്കി. അതൊക്കെ മാറ്റിയതിന് ശേഷം ഓർത്തോണേ ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ പിന്നെ എന്തായിരിക്കൂലേ അവസ്ഥ? ഒരു കുത്തിയോട് നോക്കിയിട്ട് എണ്ണയൊക്കെ എടുത്ത് നല്ലവണ്ണം തേച്ച് തുടങ്ങി. ആ കരസ്പർശം അവൾ വീണ്ടും അത് കൂട്ടുകയായിരുന്നു. അവൾ നല്ലവണ്ണം ഒന്ന് ഒഴിഞ്ഞിട്ട് അതൊക്കെ ഇങ്ങനെ കുത്തിയോട് നോക്കി. അവളുടെ പ്രായത്തിൽ കവിഞ്ഞതൊക്കെ അയാൾ വല്ലാണ്ട് കൊതിപ്പിച്ചു. പിന്നെ അവക്കും അതൊക്കെയാണല്ലോ, പിന്നെ പറയേണ്ടതില്ല. ഒരു പുഞ്ചി വിടർന്ന ചുണ്ടുകളാൽ അയാൾ അവളെ നോക്കി. പിന്നെ അയാൾ അടങ്ങിയിരിക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ അവർ തുടങ്ങിയിട്ടോ പരിപാടി. ഒരു ആക്രാന്തത്തോടെ തന്നെ
അവൾക്കാണേ ഒരു 1000 വോൾട്ടിൻ്റെ കറണ്ട് അടിച്ച പോലെ ഒരു ഫീലായിരുന്നു. ഇളം സാധനമല്ലേ, അപ്പം പിന്നെ വല്ലാണ്ട് ആസ്വദിക്കാണ്ടിരിക്കുമോ അല്ലേ? അയാളെ പിന്നെ പറയേ വേണ്ട. അങ്ങനെ തകർപ്പനെ നല്ല വേണം അവർ രണ്ടുപേരും സ്വർഗം കണ്ടു തുടങ്ങി. കറണ്ട് പാസ്സാവണ പോലെ രണ്ടുപേരുടെ ഇതിൽ കൂടെ നല്ല വേണ്ടങ്ങ് പാസ്സാവുന്നുണ്ട്. പിന്നെ പറയേണ്ടതില്ലല്ലോ അവിടെ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടാകുന്നതും. ആളാണെങ്കിൽ മാക്സിമം ശക്തി തന്നെ ഇതാക്കാൻ തുടങ്ങി. അമ്പമ്പോ, അപ്പോഴേക്കും അവൾ അങ്ങ് അറ്റെത്തുകയും ചെയ്തു. അങ്ങനെ തകർപ്പിനൊരു പരിപാടി കഴിഞ്ഞ് അവരങ്ങനെ അവിടെ ക്ഷീണിച്ച് കിടന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ അയാൾ എണ്ണീറ്റു, അവളും എണ്ണീറ്റു. പോകാൻ ഡ്രസ്സൊക്കെ മാറി അയാൾ അവളുടെ പിറകിൽ വന്നിതാക്കിയിട്ട്, ഇനി എന്നാ കാണാ, ഞാൻ പോവല്ലേ മോളാ ശരിക്കും എന്നെ സ്വർഗം കാണിച്ചു തന്നത്. എന്നെ നിങ്ങൾക്ക് ഭാര്യയൊന്നുമില്ലേ? ഉണ്ടായിരുന്നു, മക്കളും ഉണ്ടായിരുന്നു. എന്നിട്ട് എന്താ എന്താ ഇവിടെ കഴിയുന്നേ? എൻ്റെ ഭാര്യ മരിച്ചപ്പോൾ എന്നെ ഒരു ബുദ്ധിമുട്ടായി തോന്നി അവർക്ക്. അതുകൊണ്ട് എന്നെ അവർ വേണ്ടാന്ന് പറഞ്ഞു. ഓ കഷ്ടമായിപ്പോയി, എന്ത് ചെയ്യാനാ, എന്നെയും ആർക്കും വേണ്ട. അവൾ ചുമ്മാ എന്ന് ചോദിച്ചു, എൻ്റെ കൂടെ വരുന്നോ? ആ വരാം മോളെ, വീട്ടിലെ എല്ലാ ജോലികളും ചെയ്തോളാം. അത് ഞാൻ അയാളുടെ മുഖഭാവം കണ്ടപ്പോൾ അവൾ ചുമ്മാ ചോദിച്ചതാണെന്ന് പറയാൻ തോന്നിയില്ല. അവൾക്ക് എന്തോ ഒരു മനസ്സലിവ് തോന്നി. ഞാൻ നോക്കട്ടെ, വൈകുന്നേരം ഒരു 7 മണിയാകുമ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ലോഡ്ജിലേക്ക് വാ. വരാം മോളെ, എന്നാൽ എന്നെ കൊണ്ടുവിട്. ആ പോകാം. അവൾ അയാളുടെ കൂടെ അവൾ താമസിക്കുന്ന ലോഡ്ജിൽ കൊണ്ടാക്കി. 4 മണിയായിട്ടും ഇതുവരെയും മുത്തശ്ശി വന്നിട്ടില്ല. അയാളെ കൊണ്ടുപോകാൻ അവൾക്കൊരു പ്ലാൻ ഉണ്ടാക്കി. 5 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ മുത്തശ്ശി അനിയനും വന്നു. മോളെ നല്ല തിരക്കായിരുന്നു. ആ എനിക്ക് തോന്നി നല്ല ക്ഷീണമുണ്ട്, ഒന്ന് കിടക്കട്ടെ. ആ മുത്തശ്ശി, നാളെ നമ്മൾ പോവുകയല്ലേ? ആ നാളെ 8 മണിക്കൊരു ബസ്സുണ്ട്, അതിൽ പോകാം. ആ അത് മതി മോളെ. മുത്തശ്ശി അനിയനും കടന്നു. സമയം 7 അവൾ ലോഡ്ജിലെ ബാൽക്കണിയിൽ വന്ന് നോക്കി. അയാൾ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അവൾ വേഗം താഴേക്കിറങ്ങി വന്നു. നാളെ 8 മണിക്ക് ഞങ്ങൾ പോകും, സ്റ്റാൻഡിൽ നേരത്തെ വരണം. ആ ഇതാ ക്യാഷ്, കൈ വെച്ചോളൂ. പിന്നെ നിങ്ങൾ വരുന്ന കാര്യം മുത്തശ്ശിക്കറിയില്ല. അവൾ കാശിൻ്റെ കൂടെ ഒരു പേപ്പർ കഷ്ണവും അയാൾക്ക് കൊടുത്തു. ഇതാണ് അഡ്രസ്സ്. നാട്ടിലെത്തിയാൽ ഞങ്ങളുടെ കൂടെ വരേണ്ട 2 ദിവസം കഴിഞ്ഞ് വന്നാൽ മതി. കൃത്യം 8 മണിക്ക് തന്നെ വരികയും ചെയ്യണം. ശരി മോളെ. അവൾ അകത്തേക്ക് കയറിപ്പോയി. പിറ്റേന്ന് രാവിലെ തന്നെ എല്ലാവരും ഒരുങ്ങി ബസ് സ്റ്റാൻഡിലെത്തി. അവൻ നോക്കുമ്പോൾ അയാളെ കാണാനില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് അവർക്ക് പോകാനുള്ള ബസ് വന്നത്. അവൾ അവിടെ ബസ് കയറാതെ നിന്നപ്പോൾ മുത്തശ്ശി, എന്താടി നീ വരുന്നില്ലേ? വരുവാ. മുത്തശ്ശിയുടെ കൂടെ അവൾ ബസ്സിൽ കയറിയിരുന്നു. അപ്പോഴവൾ ശ്രദ്ധിച്ചത് അയാൾ അപ്പുറത്താണ് നിൽക്കുന്നതെന്ന്. മുത്തശ്ശി, ഞാൻ പോയി വെള്ളം വാങ്ങിക്കൊണ്ട് വരാം, പെട്ടെന്ന് വരണം കേട്ടോ. ആ. അവൾ ബസ്സിൽ നിന്നും ഇറങ്ങി അയാളുടെ അടുത്തേക്ക് ചെന്നിട്ട്, ദേ ഈ കാണുന്നതാ ബസ്, പെട്ടെന്ന് വാ. അവൾ അതും പറഞ്ഞ് കടയിൽ നിന്നൊരു കുപ്പി വെള്ളവും വാങ്ങി തിരികെ ബസ്സിൽ കയറി. അവൾ ബസ്സിൽ കയറിയിട്ട് അയാളെ നോക്കി. ആൾ ബാക്ക് സീറ്റിലാണ്. അവൾ അയാളെ നോക്കി ചിരിച്ചിട്ട് സീറ്റിലിരുന്നു. മണിക്കൂറുകൾക്ക് ശേഷം ബസ് അവർക്ക് ഇറങ്ങാനുള്ള സ്റ്റാൻഡെത്തി. അയാളും ഇറങ്ങി. അവൾ മുത്തശ്ശിയോട് മുള്ളണം എന്നും പറഞ്ഞിട്ട് അയാളുടെ അടുത്തേക്ക് ചെന്നു. വീട്ടിലേക്ക് വരാനറിയോ? ഇല്ല, നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. മുത്തശ്ശി അറിയാതെ പിറകെ വന്നാൽ മതി. ആ. അവൾ തിരികെ മുത്തശ്ശിയുടെ കൂടെ നടക്കാൻ തുടങ്ങി. അയാൾ അവർ കാണാതെ പിന്തുടർന്നു. അവസാനം അവളുടെ വീട് കണ്ടുപിടിച്ചിട്ട് അവൾക്കൊരു ടാറ്റയും കൊടുത്തിട്ട് അയാൾ പോയി. അങ്ങനെ 2 ദിവസം കഴിഞ്ഞു. എന്തോ ശബ്ദം കേട്ട അവൾ എണ്ണീറ്റത്. അവൾ കണ്ണും തിരുമ്മിക്കൊണ്ട് ഇറങ്ങി വന്ന് നോക്കിയപ്പോൾ അടുക്കള വശത്ത് ആ കിളവൻ നിന്ന് വിറകിരുന്നു. അവൾ മുത്തശ്ശിയോട് ചോദിച്ചു, ആരാ മുത്തശ്ശി? കണ്ടിട്ട് ഒരു പാവമാണെന്ന് തോന്നുന്നു, വല്ല പണിയുണ്ടെന്ന് തിരക്കി വന്നതാ. ആൾക്ക് ആരുമില്ല, ആഹാരം കൂടുതൽ കൊടുത്താൽ മതിയെന്നാ പറഞ്ഞേ. ആരാണെന്ന് പോലും അറിയാതെ. ഒന്ന് പോടി, കണ്ടിട്ട് ആഹാരം കഴിച്ചിട്ട് കുറേ ആയെന്ന് തോന്നുന്നു. ഇവിടെ എന്ത് ജോലി ചെയ്താലും വരുന്നവർക്ക് നല്ല കാശ് കൊടുക്കണം. അപ്പോൾ ആഹാരം മാത്രം മതിയെന്ന് പറയുന്നവനെ വിട്ട് കളയണോ? ഓ അങ്ങനെ. അപ്പോൾ അയാളുടെ കിടത്തോ? ആ ചായപ്പി കിടക്കട്ടെ. അവൾ അയാളെ നോക്കി കണ്ണിറക്കിയിട്ട് പോയി. അയാളും തിരിച്ച് അങ്ങനെ തന്നെ ചെയ്തു.
പിന്നെ പെട്ടെന്ന് തന്നെ മുത്തശ്ശിക്ക് അയാളുടെ സ്വഭാവം ഇഷ്ടമായി. നല്ലവണ്ണം പണി ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണ റിസപ്ഷന് പോകണം, കുറച്ച് താമസിക്കുമെന്ന് മുത്തശ്ശിയോട് ഞാൻ പറഞ്ഞത്. എന്നാൽ രാജനെ കൂടി കൊണ്ടുപോ. അയാളുടെ പേരാണ് കേട്ടോ രാജൻ. അതെന്തിനാ? രാത്രി ഒറ്റയ്ക്ക് തിരികെ വരണ്ട. മുത്തശ്ശി അത് എന്നാൽ പിന്നെ പോകണ്ട. അയ്യോ അത് വേണ്ട, ഞാൻ അയാളെ കൂടി കൊണ്ടുപോയേക്കാം. അവനോടൊന്ന് പറഞ്ഞേരെ. ആ, അവൾ അപ്പം തന്നെ നടന്ന് അയാളുടെ അടുത്തേക്ക് പോയിട്ട്, ചേട്ടാ ഇന്ന് വൈകുന്നേരം ഒരു കല്യാണത്തിന് പോകണമായിരുന്നു, അപ്പോൾ ചേട്ടനും വരണം. ആ വരാൻ കുഞ്ഞേ. ചേട്ടന് ഡ്രസ്സ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. എന്നാൽ ഉച്ചയ്ക്ക് എൻ്റെ കൂടെ വരണേ, ഒരു കാര്യമുണ്ട്. ആ വരാം. സമയം ഉച്ചയായപ്പോൾ മുത്തശ്ശിയോട് പറഞ്ഞിട്ട് അവൾ അയാളെയും കൂട്ടി അവളുടെ ജൂപ്പിറ്ററിൽ തുണിക്കടയിലേക്ക് പോയി. കടയുടെ വെളിയിൽ വന്ന് നിന്നു. ചേട്ടൻ എന്താ വേണ്ടെന്നത് വാങ്ങിച്ചോ, ഇതാ ക്യാഷ്. അയാൾ അതും വാങ്ങി കടക്കുള്ളിലേക്ക് നടന്നു. അയാൾക്കൊരു മുണ്ടും ഷർട്ടും ട്രാങ്ക് നിക്കറൊക്കെ എടുത്ത് തിരിച്ച് ബിൽഡിങ്ങിലേക്ക് വന്നു. വലിയ കടയായതുകൊണ്ട് തന്നെ അവിടെ ലേഡീസിൻ്റെ ഒരുപാട് മോഡൽ ഡ്രസ്സ് ഉണ്ട്. അയാൾ നോക്കുമ്പോൾ ഒരു ബൊമ്മയിൽ നല്ല എന്താ പറയുക അമ്മൊരു ഡ്രസ്സ് കിടപ്പുണ്ട്. അയാൾ അതിൻ്റെ വില തിരക്കി. അതും വേണമെന്നും പറഞ്ഞ് അതും കൂടി എടുത്തുകൊണ്ട് ബില്ല് പേ ചെയ്തിട്ട് തിരികെ അവളുടെ അടുത്തേക്ക് വന്നു. രണ്ടുപേരും കൂടി തിരികെ വീട്ടിലേക്ക് ചെന്നു. വൈകുന്നേരം ഒരു 6 മണിയാകുമ്പോൾ റെഡിയാക്കണേ. ആ ശരി മോളെ. വൈകുന്നേരം 6 മണിയൊക്കെ ആയപ്പോൾ അവൾ ഒരുങ്ങിയിട്ട് അയാളെ വിളിച്ചു. അയാൾക്ക് അവൾ വാങ്ങിയ ഡ്രസ്സ് ഇട്ടുകൊണ്ട് അയാൾ വന്നു. ആഹാ അടിപൊളിയായിട്ടുണ്ടല്ലോ, കുഞ്ഞെ കളിയാക്കാതെ. അങ്ങനെ രണ്ടുപേരും കൂടി വണ്ടി കയറി യാത്ര ആരംഭിച്ചു. 1 മണിക്കൂർ കൊണ്ട് കല്യാണ വീട്ടിലെത്തി. അവിടെ അവളുടെ കൂട്ടുകാരികളെ കണ്ട സന്തോഷത്തിൽ അവൾ അയാളുടെ കാര്യം മറന്നുപോയി. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് അയാളുടെ കാര്യം ഓർമ്മ വന്നത് തന്നെ. അവൾ അയാൾ അവിടേക്ക് നോക്കി. പാവം ഒറ്റയ്ക്കൊരു കസാരയിൽ മാറിയിരിക്കുക. അവൾ അയാളെ ഭക്ഷണം കഴിക്കാൻ കൊണ്ടിരുത്തി. കൂടെ അവളും ഇരുന്ന് കഴിച്ചു. അവളുടെ ഫ്രണ്ട്സ് ഓരോരുത്തരായി പോയി തുടങ്ങി. അവസാനം അവൾ പോകാനായി തുടങ്ങിയപ്പോൾ മഴ പെയ്തു തുടങ്ങി. 9 മണിയായതുകൊണ്ട് തന്നെ അവൾ മുത്തശ്ശിയെ വിളിച്ച് കാര്യം പറഞ്ഞു. രാജയുള്ളത് കൊണ്ട് മഴ തുറന്നിട്ട് വന്നാൽ മതി എന്ന് മുത്തശ്ശിയും പറഞ്ഞു. അങ്ങനെ കുറച്ച് സമയം അവിടെ നിന്നു. മഴ തോർന്നത് കൊണ്ട് അവൾ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് ഇറങ്ങി. രാജയും അവളുടെ പിറകി കയറി. വണ്ടി മുന്നോട്ടേക്ക് കുറച്ച് പോയപ്പോൾ രാജ അവളോട് ചേർന്നിരുന്നു കണ്ട് ഇങ്ങനെ ചുറ്റിപ്പിടിച്ചു. അതിങ്ങനെ ബലം വെച്ച് തുടങ്ങി. അയാൾ ചെറുങ്ങനെ അവളുടെ ഇതാക്കാനും തുടങ്ങി. അവൾ പിന്നെ വിടുവോ? അപ്പോഴാണ് വീണ്ടും മഴ പെയ്യാൻ തുടങ്ങിയത്. റോഡ് കാണാൻ കഴിയുന്നില്ല. അവൾ വേഗം തന്നെ ഒരു ഏറുമാട കടയിലേക്ക് കയറ്റി നിർത്തി. സമയം ഒരുപാട് താമസിച്ചുകൊണ്ട് തന്നെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ആ കടയുടെ ഒരു സൈഡ് ടാർപ്പ് കൊണ്ട് മറച്ചതാണ്. വണ്ടി അങ്ങോട്ടേക്ക് കയറ്റി നിർത്തിയിരിക്കുന്നതും. വണ്ടി നിർത്തിയപ്പോൾ അയാൾ കടയുടെ സൈഡിൽ പോയി ഒന്ന് ഇതാക്കി. എന്നിട്ട് അയാളുടെ അതൊക്കെ ഒന്ന് ചുരുട്ടി പിടിച്ച് തിരിച്ചു വന്നു. അപ്പോൾ സെറ്റായിട്ട് നിൽക്കുന്നത് ആ മുണ്ടുമയൊക്കെ നല്ലവണ്ണം എടുത്ത് കാണിക്കുന്നുണ്ട്. അവൾ അയാളെ ഒന്ന് നോക്കിയിട്ട് അയാളുടെ അതൊക്കെ ഒന്ന് ഇതാക്കി പതിയെ. അങ്ങനെ അയാളെ അവളെ വലിയ വേദനയില്ല നല്ലവണ്ണം ഇതാക്കി കൊടുത്തു. ആ കാലാവസ്ഥയും കൂടെ ഉണ്ട്. അയാൾ നല്ലവണ്ണം സ്വർഗം കണ്ടു. മഴ അപ്പോഴത്തേക്കൊക്കെ തോർന്നിരുന്നു. അപ്പോഴേ അയാൾ പോവാൻ മോളെ. അവൾക്ക് നല്ല ദേഷ്യം ഉണ്ടായത്. കാരണം അവളുടെ കാര്യം കഴിഞ്ഞപ്പോൾ പോകാമെന്ന്. അവളുടെ ഇതൊന്നും ശമിപ്പിക്കാൻ പറ്റാതെ അവൾ വണ്ടി സ്റ്റാർട്ടാക്കി അയാളെ കൂട്ടി വീട്ടിലേക്ക് എത്തി. ഗേറ്റിന് വെളിയിലെത്തിയപ്പോൾ അയാൾ ഇറങ്ങി. ഉറങ്ങുന്നത് വരെ ഉണർത്തേണ്ടെന്ന് വിചാരിച്ച് അവൾ വണ്ടി ഓഫാക്കി തള്ളിക്കൊണ്ട് അയാൾ കിടക്കുന്ന ഷേപ്പിൻ്റെ വെളിയിൽ വെച്ചു. അവൾ പോകാൻ നേരം മോളെ ഒന്നിങ്ങി വന്നേ. എന്താ? കുറച്ച് കലിപ്പിച്ചിട്ട് അവൾ ചോദിച്ചു. ഒരു കാര്യമുണ്ട് തരാം. എന്ത് കാര്യം? പായോ? അയാൾ അകത്തേക്ക് കയറി ചാക്ക് കെട്ടുകളുടെ സൈഡിൽ നിന്ന് 2 ബിയർ ഇരിപ്പുണ്ട്. അതിലൊരെണ്ണം എടുത്ത് അവൾക്ക് നേരെ നീട്ടി. അവളുടെ മുഖത്തെ ഭാവമാറ്റം ഉണ്ടായി. ഇതെവിടെ നിന്ന് കിട്ടി? അതൊക്കെയുണ്ട്, മൂട് പിടിച്ചോ. അയാൾ പൊട്ടിച്ചു കൊടുത്തു. അവളത് വാങ്ങി പകുതി കുടിച്ചു കഴിഞ്ഞപ്പോൾ അയാളൊരു കവറെടുത്ത് അവൾക്ക് നേരെ നീട്ടി. ഇതെന്താ? തുറന്നു നോക്ക്, മോൾക്ക് വേണ്ടി വാങ്ങിയതാ. അവൾ ആകാംക്ഷയോടെ തുറന്നു നോക്കി. ഒരു ഡ്രസ്സ് കണ്ട് അവൾ അന്തം വിട്ടു. ഇന്നെനിക്ക് ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ അവിടെ കണ്ടതാ. എനിക്ക് മോളിതൊന്ന് ഇട്ട് കാണാമെന്നൊരു ആഗ്രഹമുണ്ട്.
ചേട്ടാ ഞാനെങ്ങനെ മോളിട്ട് നോക്ക്. അവൾ അല്പം അകത്തേക്ക് ഇട്ടുന്ന ഷർട്ട് ഊരി അവളുടെ ബ്ലാക്ക് കളർ അതൊക്കെ ഇത് അയാളിങ്ങനെ കൊത്തിയോടെ നോക്കി നിന്നു. ചേട്ടനൊന്ന് പുറത്തേക്ക് നിൽക്ക്. ഓ ശരി. അയാൾ വേലിയിൽ ഇറങ്ങി നിന്നു. അതൊക്കെ ഇട്ട് അയാളതൊക്കെ ഇട്ടതിന് ശേഷം അയാളെ വിളിച്ചു. അയാൾ അങ്ങോട്ടേക്ക് വന്നു. അയാളുടെ ഡ്രസ്സ് കണ്ടിട്ട് അയാൾ അന്തം വിട്ട് നിന്ന് പോയി. ചുറ്റിനും നടന്ന് ആ സൗന്ദര്യം മൊത്തം അയാൾ ആസ്വദിച്ചു. എങ്ങനെയുണ്ട് മോളെ കാണാൻ? ഇപ്പോൾ ദേവതയെ പോലെ ഉണ്ട്. ആണോ? ആ. അയാൾ അവളുടെ ബാക്കിൽ വന്നിട്ട് ഒരട്ടി എടുത്തു. നല്ല സുഖമായിട്ട് അവൾക്കത് തോന്നുകയും ചെയ്തു. അങ്ങനെ ബാക്കിയിരുന്ന ബിയർ എടുത്തുകൊണ്ട് അവിടെ ബെഞ്ചിലിരുന്ന് കുടിക്കാൻ തുടങ്ങി. അയാളും അവളുടെ അടുത്ത് തന്നെ ബെഞ്ചിലിരുന്നുകൊണ്ട് മറ്റേ ബിയർ പൊട്ടിച്ച് കുടിച്ചു തുടങ്ങി. ഒരു കൈ കൊണ്ട് ബെഞ്ചിന് വെളിയിൽ തെറിച്ചതാക്കി നിൽക്കുന്ന അതിങ്ങനെ പതിയാക്കാൻ തുടങ്ങി. അവൾക്കെന്തോ അത് വല്ലാത്ത ഹരമായി. അയാളെ നോക്കി അവൾ ഇങ്ങനെ ഇരിക്കുക. അപ്പോഴാ വണ്ടിയുടെ ചാവി താഴെ കിടക്കുന്നത് അവൾ കണ്ടത്. അതെടുക്കാനെ കുനിഞ്ഞപ്പോൾ അതൊക്കെ നല്ലവണ്ണം കണ്ടു. അയാൾ പെട്ടെന്ന് മുട്ടുകുത്തിരുന്നിട്ട് അവിടേക്ക് അങ്ങ് ഇതാക്കി തുടങ്ങി. പിന്നെ പറയണോ? അങ്ങനെ എല്ലാം മാറ്റിപ്പോയത്തേക്ക് മോളെ ഇത് വലുതായിട്ടുണ്ടല്ലോ മുന്നത്തെ കാലം. ഓ അത് നമ്മൾ കണ്ടതിന് ശേഷം ഇത്രയ്ക്കായത്. അയാൾ അതൊരു കൊത്തിയുടെ തന്നെ ഇതാക്കി. അങ്ങനെ തകർപ്പനെ ആ കിളവനോളും കൂടെ നല്ലവണ്ണം സ്വർഗം കണ്ടു. പിന്നെ എല്ലാം കഴിഞ്ഞ് അവർ ക്ഷീണം കാരണം അവരങ്ങ് ഉറങ്ങിപ്പോയി. പിന്നെ എപ്പോഴോ അവൾ ഞെട്ടി ഉണർന്നു. അവൾ നോക്കുമ്പോൾ അയാളുടെ താക്കി കിടക്കുക. അവൾ തട്ടി ഉണർത്തി. ഇപ്പോഴും അയാളുടേത് അകത്തേക്ക് എന്നെ ഇരിക്കുക. അമ്പോ അവളതങ്ങ് മാറ്റി. എന്നിട്ട് അവൾ ഡ്രസ്സൊക്കെ ഇട്ട് സമയം നോക്കി 3 മണിയായി. അവൾ വേഗം വീട്ടിൻ്റെ അടുക്കള വാതിൽ തുറന്ന് അകത്തേക്ക് കയറി അവളുടെ റൂമിൽ പോയി കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ വിറക് കീറുന്ന ശബ്ദം കേട്ടപ്പോഴാണ് അവൾ ഉണർന്നത്. അവൾ മുഖമൊക്കെ കഴുകിയിട്ട് വെളിയിലേക്ക് വന്നപ്പോൾ അയാൾ അവളെ നോക്കി ചെറുതായിട്ടൊന്ന് ചിരിച്ചു. അവളും ചായയൊക്കെ കുടിച്ചിട്ട് അവൾ കുളിക്കാൻ കയറി. ശരീരത്തെ വെള്ളം വീണപ്പോൾ ഒരു നീറ്റൽ പോലെ. ഇന്നലത്തെ ആളുടെ ആറാട്ടാണെന്ന് അവൾക്ക് നല്ലവണ്ണം മനസ്സിലായി. കുളിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ കല്യാണത്തിന് പോയി. തിരിച്ചു വന്നിട്ട് നല്ല ക്ഷീണം കാരണം അവൾ നല്ലവണ്ണം ഒന്ന് ഉറങ്ങി. മുത്തശ്ശി വന്ന് വിളിക്കുമ്പോഴാണ് എണീക്കുന്നത് തന്നെ. മോളെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ മുത്തശ്ശി? നാളെ ഞാൻ നിൻ്റെ കൊച്ചച്ഛൻ്റെ വീട്ടിൽ വരെ പോവുക. ഒരുപാട് നാളായില്ലേ പോയിട്ട്. അയ്യോ അപ്പോൾ ഞങ്ങളോ? ഇതിന് മുൻപും ഞാൻ പോയിട്ടുള്ളതല്ലേ. അന്ന് നീയും അനിയനും മാത്രമല്ലേ ഉണ്ടായിരുന്നത്. ഇപ്പോൾ രാജയുണ്ടല്ലോ. എന്നാലും വലിയ പെണ്ണായി. എന്നിട്ട് ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി തന്നാലേ കഴിക്കൂ. അതുകൊണ്ടല്ലേ നീ എന്നെ പോകാൻ വിടാത്തെ? അയ്യോടി അങ്ങനെയാണേ പൊക്കോ. നല്ല മോള്. പിന്നൊരു കാര്യം, ഞാൻ 2 ദിവസം കഴിഞ്ഞേ വരൂ. അങ്ങനെ രാവിലെ തന്നെ മുത്തശ്ശിക്ക് പോകാനൊരു ഓട്ടോ സെറ്റാക്കി. അത് വന്ന് മുത്തശ്ശി അതിൽ കയറ്റി വിട്ടു. ഞാൻ സ്കൂളിലേക്കും പോയി. ഞാൻ കോളേജിലേക്ക് പോകാൻ ഇറങ്ങിയതും രാജ അവളുടെ അടുത്തേക്ക് വന്നു. മോളെ കഴിക്കാൻ എന്തെങ്കിലും സ്പെഷ്യൽ വേണോ? ആരൊക്കെ ഉണ്ടാക്കാനറിയോ? അറിയാം. എന്നാൽ ചേട്ടന് ഇഷ്ടമുള്ളത് ഉണ്ടാക്കിക്കോ. ആ ശരി മോളെ. അവൾ കോളേജിലേക്ക് പോയി. വൈകുന്നേരമായപ്പോൾ 2 പേരും തിരികെ വന്നു. അവിടെ അനിയൻ സ്കൂളിൽ നിന്നും എപ്പോൾ വന്നാലും ഗ്രൗണ്ടിൽ പോയി കളിക്കും. അതുകൊണ്ട് ആ വീട്ടിൽ വന്നിട്ട് നേരെ ഗ്രൗണ്ടിലേക്ക് തന്നെ പോയി. അവൾ കുളിച്ചിട്ട് ഹാളിൽ TV കാണാനിരുന്നു. ഒരു ഷർട്ടും സ്കേർട്ടും വേഷം. വീട്ടിലായതുകൊണ്ട് ഉള്ളിലൊന്നും ഇട്ടിട്ടുമില്ല. അവൾക്ക് ചായയും പരിപ്പ് വടയൊക്കെ കൊണ്ടു കൊടുത്തു. അവളത് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ മോളെ എങ്ങനെയുണ്ട്? ഓ സൂപ്പർ ഏട്ടാ. ഇതെങ്ങനെ ഉണ്ടാക്കുന്നേ? മോൾക്ക് വേണ്ടി സ്പെഷ്യൽ ഉണ്ടാക്കിയതാ. ആണോ? എന്നാൽ താങ്ക്സ്. അവൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് കിച്ചണിലേക്ക് ചെന്ന് കറികൾ ഉണ്ടാക്കിയത് പൊക്കി നോക്കി. എല്ലാത്തിനും നല്ല മണം ഉണ്ടായിരുന്നു. പാത്രങ്ങളെല്ലാം എനിക്ക് കഴുകണം. ചേട്ടാ ഈ പാത്രങ്ങൾ ഞാൻ കഴുകുക. വേണ്ട മോളെ ഞാൻ ചെയ്തോളാം. ചേട്ടൻ ഇത്രയൊക്കെ ചെയ്തില്ലേ, ചേട്ടൻ പോയി റെസ്റ്റ് എടുത്തോ. എന്നാൽ ശരി മോളെ. ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും അവൾ ഷേളിൽ അതാക്കി നിൽക്കുന്നത്. അയാൾ നോട്ടം മുഴുവൻ അവിടേക്കായിരുന്നു. അയാൾ പോയില്ല, കിച്ചണിൽ തന്നെ ഇരുന്നു. അവൾ പാത്രം കഴുകാൻ തുടങ്ങി. അപ്പോൾ അയാൾ വീടിൻ്റെ മെയിൻ ഡോർ ക്ലോസ് ചെയ്തിട്ട് പിറകെ വന്ന് പിന്നെന്തായിരിക്കില്ലേ സംഭവിക്കുക. മോളുടെ ജോലി ചെയ്തോ, ഞാൻ എൻ്റെ ജോലിയും ചെയ്യട്ടെ എന്നും പറഞ്ഞ് അയാൾ പതുക്കെ ആ സ്ലാബിലേക്ക് അവളിതാക്കിയിട്ട് പിന്നെ വീണ്ടും പരിപാടി തന്നെ.
അങ്ങനെ അവർ നല്ലവണ്ണം കാക്കുക. അവസരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ഇതാ, മനസ്സിലായില്ലേ? അങ്ങനെ എഗെയിൻ നല്ലൊരു പരിപാടി കിച്ചണിൽ വെച്ച് കഴിഞ്ഞതിന് ശേഷം എല്ലാം കഴിഞ്ഞ് ഒരു ബീഡിയും കത്തിച്ച് വലിച്ചുകൊണ്ട് മുണ്ട് എടുത്തിട്ട് അയാളങ്ങ് പോയി. അവൾക്ക് കാല് നിലത്തുറയ്ക്കാത്ത പോലെ തോന്നി. അത്രയ്ക്കുണ്ട്. ഇന്നത്തെ പരിപാടി പുറമേ ആയിരുന്നു. ആദ്യത്തെ പരിപാടിയല്ലേ, വേദനിക്കേണ്ടിയിരിക്കൂ അല്ലേ? അവളുടെ അതൊക്കെ എടുത്തിട്ട് ഒന്ന് പോയി കിടന്നു. അനിയൻ വന്ന് വിളിക്കുമ്പോഴാണ് അവൾ എഴുന്നേക്കുന്നത് തന്നെ. അവന് ചായയൊക്കെ കൊടുത്തിട്ട് അല്പം കഴിഞ്ഞിട്ടാണ് പാത്രം കഴുകിയത്. പിന്നെ ഹാളിൽ വന്ന് അനിയനായിട്ട് സിനിമ കാണാൻ തുടങ്ങി. അപ്പോൾ അയാൾ കയറി വന്നു. എല്ലാവരും ആഹാരമൊക്കെ കഴിച്ചു സോഫയിലിരുന്ന്. അങ്ങനെ എൻ്റെ അടുത്ത് വന്നിരുന്ന് അടഞ്ഞ സ്വരത്തിൽ അയാൾ, എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് നടക്കാൻ വയ്യ. മൊത്തത്തിലൊരു പുകച്ചില്ല. എന്നാൽ വേറൊരെണ്ണം കാണിക്കട്ടെ? അയ്യോ, ഒന്നും വേണ്ടായേ. മോളെ ബീർ വേണം? ആ, ഒന്ന് കിട്ടിയിരുന്നേ കൊള്ളായിരുന്നു. അടുക്കളയിലേക്ക് വാ. അയാൾ എണ്ണീറ്റ് കിച്ചണിലേക്ക് പോയി. അവളും അയാളുടെ കൂടെ പോയി. അയാൾ കബോർഡിൽ നിന്നും ഒരെണ്ണം അവൾക്ക് ഓപ്പണാക്കി കൊടുത്തു. ഒറ്റ ശ്വാസത്തിന് അവളത് കുടിച്ചിറക്കി. അയാൾ പതിയെ കുടിക്കുന്നത്. അത് കുടിച്ചപ്പോൾ തന്നെ അയാളുടെ പകുതി കിളി പോയി. അങ്ങ് അവൾ നേരെ ഹാളിലേക്ക് ചെന്നിട്ട് മൂവി കാണാൻ തുടങ്ങി. അയാളും കുടിച്ചിട്ട് അവളോട് ചേർന്നിരിപ്പുണ്ട്. പിള്ളേരെ, നമുക്കൊരു കളി കളിക്കാം. അനിയൻ, ആ ഞാൻ റെഡി. ഞാനില്ല. അതെന്താ മോളെ? പ്ലീസ് ചേച്ചിയും വാ. ഓക്കെ, എന്താ കളി? കിളവൻ പറയാ, ഞാൻ കൈകൊണ്ട് വിരൽ മറച്ച് പിടിക്കും. അത് എത്രയാണെന്ന് പറയണം. ഓക്കെ അങ്ങളെ, പക്ഷേ അങ്ങൾ മറച്ച് പിടിച്ചാൽ അങ്ങൾ വിരലുകൾ മടക്കി പറ്റിച്ചാലോ? അതിനിപ്പോൾ എന്ത് ചെയ്യും? എന്നാൽ ചേച്ചിയുടെ പുറത്ത് വെച്ചാൽ മതി. അത് ശരിയാ. മോളൊരു കാര്യം ചെയ്യ്, എൻ്റെ മടിയിലിരുന്നോ. അപ്പോൾ എനിക്ക് പറ്റിക്കാനും പറ്റില്ലല്ലോ. അതൊന്നും വേണ്ട മോനെ. കണ്ടോടാ, നിന്റെ ചേച്ചി സമ്മതിക്കുന്നില്ല. സമ്മതിക്കുക ചേച്ചി, കഷ്ടമുണ്ട്. എന്നാലും ഓരെന്നാലും ഇല്ല. വാ. അയാൾ അവളെ പിടിച്ച് മടിയിലിരുത്തി. അത് സെറ്റായിട്ടുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. അവൾ അതൊന്നും ഇട്ടിട്ടുമില്ല. അത് അയാൾക്ക് മനസ്സിലായി. അവൾ രൂക്ഷമായിട്ട് അയാളൊന്ന് നോക്കി. അയാളൊന്ന് ചിരിച്ചതേ ഉള്ളൂ. അപ്പോൾ അവൾ പയ്യൻ കാണാതെ അവളുടെ അതുമേ പതിയെ ഇതാക്കിക്കൊണ്ടിരിക്കുക. അവളയാളുടെ കൈ പിടിച്ച് മാറ്റുന്നുണ്ട്. അങ്ങളെ തുടങ്ങാം? ആ തുടങ്ങാം. ആദ്യം മുമ്പ് ഒരു പേപ്പറും പേനയും എടുത്തുകൊണ്ട് വാ. എന്തിനാ? ഓരോരുത്തരുടെയും ജയം എഴുതാൻ. അങ്ങനെ അനിയൻ പേപ്പറും പേനയും എടുക്കാൻ പോയ സമയം അയാൾ അവളെ മടിയിൽ നിന്ന് ഇതാക്കിയിട്ട് ആ പാവാടയൊക്കെ പൊക്കിയിട്ട് അതിങ്ങനെ സെറ്റാക്കി വെക്കത്തക്ക രീതിക്ക് പിന്നെ ഇരുത്തിയത്. അത് മുഴുവനും അതങ്ങ് വിഴുങ്ങി. ആ പയ്യൻ കാണാതെ നല്ല വിധേന മറച്ചു പിടിച്ചേക്കുന്നത്. അവൾ അയാളെ ഒന്ന് നോക്കി. അവളുടെ കണ്ണുകളിൽ നല്ലവണ്ണം തീ കത്തുന്നുണ്ട്. അപ്പോഴേക്കും അനിയൻ പേപ്പറായി വന്നു. കളി തുടങ്ങാൻ അയാളായ അവളുടെ പുറത്ത് 2 വിരലുകൾ എടുത്തു വെച്ചു. ആ പറഞ്ഞോ. 4 വിരലല്ലേ? അല്ല. ആഹാ, അപ്പോൾ എനിക്കൊരു മാർക്ക് കിട്ടി. ഷോ. അങ്ങനെ കളി തുടർന്നുകൊണ്ടിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അയാൾ നടുവനക്കിയിരുന്നപ്പോൾ ആൾക്ക് വല്ലാത്തൊരിതായി. കുറേ കഴിഞ്ഞപ്പോൾ ചെക്കന് ഉറക്കം വരുന്നെന്നും പറഞ്ഞ് ചെക്കൻ പോയി. അവൻ പോയി കഴിഞ്ഞപ്പോൾ അവൻ ഉറങ്ങി കാണുമോ? അവൻ പെട്ടെന്ന് ഉറങ്ങും. പിന്നെ പറയണോ? വീണ്ടും പരിപാടി തന്നെ. അത് മുഴുവനായിട്ട് ഒരു ശ്വാസം വിട്ടിട്ടില്ല എന്ന് വേണം പറയാൻ. അങ്ങനെ കുറേ സമയമായപ്പോൾ സകല ഇതും പോയി. പിന്നെ മുന്നത്തെ പരിപാടി കഴിഞ്ഞ് വീണ്ടും പുറത്തെത്തിയതായപ്പോഴത്തേക്കും, വേണ്ട ഏട്ടാ, വേദനിക്കും നയവ്. ആ, നിനക്ക് നേരത്തെ നല്ലപോലെ ഇതാകിയതല്ലേ, അപ്പോൾ കുറച്ച് വേദനിച്ചാലും കുഴപ്പമില്ല, അങ്ങോട്ട് നിൽക്കടി. അവളൊന്നും മിണ്ടാതെ അയാൾക്കിങ്ങ് നിന്നു കൊടുത്തു. പിന്നെ അധികം വേദനയൊന്നും എടുത്തില്ല. ആദ്യത്തെ ഒന്ന് കഴിഞ്ഞല്ലേ. അപ്പോൾ ഒരു തടസ്സവും കൂടാതെ തന്നെ ആ പരിപാടിയൊക്കെ തുടങ്ങി. അയാൾ ഒരു ദാക്ഷിണ്യം കൂടാതെ നല്ലവണ്ണം കെട്ട് ആഞ്ഞു. അയാളുടെ ആ ശക്തിയോടുള്ള ഇതിൽ അത് നല്ലവണ്ണം പൊളിഞ്ഞു എന്ന് തന്നെ പറയാം. പിന്നെ വേദനയാണെങ്കിലും മറ്റത് ഒരു സൈഡാണല്ലോ. പിന്നെ കുറച്ച് നേരം അങ്ങനെ ചെയ്തിട്ട് ഓരോ രീതിക്ക് മാറ്റി മാറ്റി ആളാക്കുക. പിന്നെ അവരങ്ങനെ അങ്ങ് ഉറങ്ങിപ്പോയി. പിറ്റേന്ന് അവൾ ഞെട്ടി ഉണർന്നപ്പോൾ അവിടെ താഴെ എന്തോ ഇരിക്കുന്ന പോലെ അവൾക്ക് തോന്നി. അവൾ നോക്കുമ്പോൾ അയാളൊരു കാലിതാക്കി കിടക്കുക.
അതവിടെ തന്നെ ഉണ്ട് താനും. അവൾ എണ്ണീറ്റ് അയാൾക്കൊരു ഇതും കൊടുത്ത് എല്ലാം മാറ്റിയിട്ട് ഒന്ന് കുളിച്ചിട്ട് അവൾ അയാൾക്കൊരു ചായ ഉണ്ടാക്കി കൊടുത്തു. അയാൾ അതും വാങ്ങി കുടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി. അവൾ അനിയനും ചായ കൊടുത്തു. പിന്നീടുള്ള ദിവസങ്ങൾ മുത്തശ്ശി വരുന്നത് വരെ അനിയൻ കാണാതെ അവർ തമ്മിൽ നല്ല രീതിക്കുണ്ടായിരുന്നു. 2 വർഷം കഴിഞ്ഞപ്പോൾ അവൾക്ക് നല്ലൊരു ആലോചന വന്നു. വേറൊന്നും ചിന്തിക്കാതെ മുത്തശ്ശി കല്യാണം നടത്തി. അവളിപ്പോൾ ദുബായിലാണ്. സന്തുഷ്ട കുടുംബം, നല്ലൊരു വീട്ടമ്മയായിട്ട് അവൾ അങ്ങനെ ജീവിക്കുന്നു. എങ്ങനെയുണ്ട് കഥ? നല്ല രസമല്ലേ? അമ്പോ, ഇതിന് പ്രായപരിധിയൊന്നും ഇല്ല അല്ലേ? അപ്പോൾ കഥ ഇഷ്ടമായെങ്കിൽ കൂടെ അങ്ങ് കൂടിക്കോ. അടുത്തൊരു കഥയായിട്ട് വേഗം തന്നെ കാണാം. ബൈ ബൈ.